സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ നമ്മുടെ 3ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ. നമ്മുടെ EVS-ലെ ദ എർത്ത് വി ഇൻഹാബിറ്റ്, നാം വസിക്കും ഭൂമി എന്നുള്ള ഒരു പാഠം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് മിസ്സോടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? ആദ്യം തന്നെ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നമ്മുടെ ഭൂമി അല്ലേ. ഭൂമിയിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത്. നമ്മൾ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകളും എല്ലാവരും, നമ്മളെല്ലാവരും നല്ല സന്തോഷത്തോടെയല്ലേ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നേ. അപ്പൊ നമ്മൾ എല്ലാവരും താമസിക്കുന്ന ഈ ഒരു ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് നിങ്ങൾക്കറിയോ? ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണോ, ട്രയാങ്കിൾ ആയിട്ടാണോ, എങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്? നമ്മുടെ ഭൂമിയുടെ പുറത്തു പോയി നിന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് നമുക്കിതായി ചിത്രത്തിൽ കാണുന്ന പോലെയാണ് നമുക്ക് ഭൂമിനെ കാണാൻ സാധിക്കുന്നത് അല്ലേ. എങ്ങനെയാ നോക്കിക്കേ, എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്? റൗണ്ട് ആയിട്ടാണ് കാണുന്നത് അല്ലേ. നമ്മുടെ ഒരു ഓറഞ്ച് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ പോലെയൊക്കെ റൗണ്ട് ആയിട്ട് ഗോളാകൃതിയിലാണ് നമ്മുടെ ഭൂമി ഉള്ളത്. നമ്മുടെ സൂര്യനും ചന്ദ്രനും ഒക്കെ ഇതേപോലെ ഏത് ഷേപ്പിലാണ്? റൗണ്ട് ഷേപ്പിലാണ്, അഥവാ ഗോളാകൃതിയിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ എർത്തിന്റെ ഷേപ്പ് എന്താണ്? റൗണ്ട് ഷേപ്പ് അഥവാ ഗോളാകൃതിയാണ് എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ ഈ എർത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭൂമിയുടെ ഒരു രൂപം, ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കി. അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? യെസ്, ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലേ. ഗ്ലോബ് നമ്മൾ ഉണ്ടാക്കി. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഗ്ലോബ്. നിങ്ങൾ ഓൾറെഡി സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സിലൊക്കെ മിസ് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ഗ്ലോബ് ആണ് അല്ലേ. അപ്പൊ ഈ ഗ്ലോബ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂമിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഭൂമിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ സാധിക്കുന്ന ഈ രൂപം, ഈ മോഡൽ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബ് എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അറിയാലോ. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത് എന്താണെന്നറിയോ? നമ്മുടെ ഭൂമിയിൽ രാത്രിയാവുന്നുണ്ട്, പകലാവുന്നുണ്ട്, ഇരുട്ട് വരുന്നുണ്ട്, വെളിച്ചം വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ ഭൂമിയിൽ ഇരുട്ടും വെളിച്ചമൊക്കെ വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാ മക്കളെ നമ്മുടെ ഭൂമിയിൽ ഇരുട്ടും വെളിച്ചം ഉണ്ടാവുന്നത്? രാത്രി രാവിലെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ? യെസ്, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്, ഇരുട്ടും വെളിച്ചവും. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്, ഒരു കുഞ്ഞു കാര്യമാണ്. എന്താണെന്ന് നോക്കിക്കേ. നമ്മുടെ സൺ, ഇതാണ് നമ്മുടെ സൺ കേട്ടോ. സണ്ണിന്റെ പിക്ചറാണ് മിസ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ്, സൺലൈറ്റ് നോക്കിക്കേ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സൺലൈറ്റ് നമ്മുടെ ഭൂമിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ എർത്ത്, നമ്മുടെ ഭൂമി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റ് ഭൂമിയുടെ ഒരു ഭാഗത്താണ് ഇങ്ങനെ പതിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പതിക്കുന്ന സമയത്ത് ഭൂമിയുടെ മറ്റേ സൈഡില്, മറ്റേ വശത്ത് ലൈറ്റ് തട്ടുന്നുണ്ടോ? ഇല്ല, അവിടെ അങ്ങനെ ഇരുട്ടായിട്ട് ഡാർക്ക് ആയിട്ടാണ് അവിടെ കാണുന്നത്. ഒരു സൈഡിലെ ലൈറ്റ് പതിക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ ആ ലൈറ്റ് പതിക്കുന്ന ഭാഗം ഏതായിട്ട് മാറും? അവിടെ ഡേ ആയിട്ട് മാറും, പകൽ സമയമായിട്ട് മാറും. അതേസമയം ലൈറ്റ് തട്ടാത്ത ഭാഗത്ത് എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും അല്ലെ, അതായത് രാത്രി ആയിരിക്കും. അങ്ങനെയല്ലേ ഭൂമിയിൽ രാത്രി രാവിലെ ഉണ്ടാവുന്നത്. നമ്മുടെ ഭൂമിയാണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി കറങ്ങിക്കഴിഞ്ഞാൽ ഈ നൈറ്റുള്ള ഭാഗം തിരിഞ്ഞ് സണ്ണിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് ലൈറ്റ് തട്ടും. അപ്പൊ അവിടെ ഡേ ആവും, മറ്റേ സൈഡിൽ നൈറ്റ് ആവും. അങ്ങനെ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് ഡേയും നൈറ്റും, രാവും പകലും ഇങ്ങനെ മാറി 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 വരും. അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ എന്തുണ്ടാവുന്നത്? ഇരുട്ടും വെളിച്ചും അഥവാ രാവും പകലും ഡേയും നൈറ്റും ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. മനസ്സിലായോ? നമ്മുടെ സണ്ണിൽ നിന്നുള്ള സൺലൈറ്റ് ആണ് ഇങ്ങനെ വന്നിട്ട് എവിടെ പതിക്കുന്നത്? ഭൂമിയിൽ പതിക്കുന്നത്. ആ പതിക്കുന്ന ഭാഗത്ത് നല്ല വെളിച്ചം കിട്ടും, അവിടെ പകൽ സമയമായിരിക്കും. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈറ്റ് എത്തുന്നുണ്ടോ? ഇല്ല. നിങ്ങളൊരു ബോൾ വെച്ചിട്ട് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയേ. ടോർച്ച് നമ്മുടെ സണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കിയേ. അപ്പൊ ബോളിന്റെ ഒരു സൈഡിലേ ലൈറ്റ് തട്ടുള്ളൂ, മറ്റേ സൈഡിൽ ലൈറ്റ് തട്ടില്ല അല്ലെ. അപ്പൊ ലൈറ്റ് തട്ടാത്ത ഭാഗത്ത് ഇരുട്ടായിരിക്കും അഥവാ രാത്രി ആയിരിക്കും. പിന്നെ നമ്മുടെ ഭൂമി ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോ ഇരുട്ടുള്ള ഭാഗത്ത് പിന്നെ വീണ്ടും ലൈറ്റ് വരും, അവിടെ ഡേ ആവും, മറ്റേ സൈഡിൽ നൈറ്റ് ആവും. അങ്ങനെ ഡേയും നൈറ്റും ഇങ്ങനെ മാറി 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 വരുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട്, സൂര്യപ്രകാശം വന്ന് പതിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? നോക്കിക്കേ. പ്ലേസസ് ഓൺ ദ എർത്ത് വേർ സൺലൈറ്റ് ഫോൾസ് എക്സ്പീരിയൻസ് ഡേ. എന്താണ്? സൺലൈറ്റ് പതിക്കുന്ന ഭാഗത്ത് ഡേയും, while places where it does not fall experience night. ലൈറ്റ് തട്ടാത്ത ഭാഗം, ലൈറ്റ് വീഴാത്ത ഭാഗത്ത് എന്താണ്? രാത്രിയും ആയിരിക്കും. when the earth rotate, ഭൂമി കറങ്ങുമ്പോൾ day and night occur alternately. രാത്രിയും പകലും ആയിക്കൊണ്ടേയിരിക്കില്ലേ. രാത്രിയാവുന്നു, പിന്നെ രാവിലെ ആവുന്നു, പിന്നെ രാത്രിയാവുന്നു, പിന്നെ രാവിലെ ആവുന്നു. this is how day and night are experienced on the earth. അങ്ങനെയാണ് ഭൂമിയിൽ എന്തുണ്ടാവുന്നത്? രാത്രിയോ പകലും ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ നോക്കിക്കോളൂ. ഭൂമിയിൽ സൂര്യന്റെ വെളിച്ചം പതിക്കുന്ന ഭാഗങ്ങളിൽ പകലും, വെളിച്ചം പതിക്കാത്ത ഭാഗങ്ങളിൽ രാത്രിയും അനുഭവപ്പെടുന്നു.
മനസ്സിലായോ? ഭൂമി കറങ്ങുമ്പോൾ വെളിച്ചവും ഇരുട്ടും മാറി മാറി വരുന്നു. ഇങ്ങനെയാണ് ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ഭൂമിയിലെ ഇരുട്ടും വെളിച്ചവും രാത്രിയും പകലും ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു കാര്യം നോക്കിക്കേ. നമ്മുടെ ഗ്ലോബ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഭൂമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മോഡൽ, ഒരു രൂപമാണ് നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബിന്റെ പ്രത്യേകത എന്താണ്? ഈ ഗ്ലോബിൽ നിങ്ങൾക്ക് കുറേ കളർ കാണാൻ സാധിക്കും. ബ്ലൂ ഉണ്ട്, ഇവിടെ ഓറഞ്ച്, വയലറ്റ്, ഗ്രീന്, യെല്ലോ, അങ്ങനെ എന്തൊക്കെ കളറുകളാണ് നമ്മുടെ ഗ്ലോബിൽ കാണുന്നത് അല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കാണുന്ന കളർ ഏതാണ്? ഏത് കളറാണ് കൂടുതലായിട്ട് കാണുന്നത്? യെസ്, നമ്മുടെ ബ്ലൂ കളർ ആണല്ലേ? നീല നിറമാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. ആ നീല നിറം എന്തിനെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താണ് ഈ കൂടുതൽ നീല നിറം വരാൻ കാരണം എന്ന് നിങ്ങൾക്ക് അറിയോ? എന്താണ്? ആ നീല നിറത്തിൽ കാണുന്നത് കടലാണ്. കടൽ അഥവാ സീ ആണ് നമ്മൾ ആ നീല നിറത്തിൽ കാണുന്നത്. അതായത് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭാഗത്തുള്ളത് എന്താണ്? കടലാണ്. ബാക്കി കളറിൽ കാണിച്ചിട്ടുള്ളതൊക്കെ ഏതാണ്? കരഭാഗങ്ങളാണ്. അപ്പൊ കരഭാഗങ്ങൾ കുറവും കടലാണ് എവിടെ കൂടുതലുള്ളത്? നമ്മുടെ ഭൂമിയിൽ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഈ ഗ്ലോബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഗം ബ്ലൂ കളർ ആയിട്ടുള്ളതും ബാക്കി കുറച്ചു ഭാഗത്തൊക്കെ അല്ലേ നമ്മൾ മറ്റു കളറുകൾ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നീല നിറത്തിൽ കാണുന്നത് നമ്മുടെ കടലാണ്. ഭൂമിയിൽ കരഭാഗത്തേക്കാൾ കൂടുതലുള്ളത് ഏതാണ്? നമ്മുടെ കരഭാഗമാണ്, അല്ലെങ്കിൽ ലാൻഡ് ആണ് എന്ന് മനസ്സിലാക്കാം. നോക്കിക്കോളൂ, ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. ഗ്ലോബിൽ നീല നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കടലാണ്. മറ്റു ചില നിറങ്ങളിൽ കാണിച്ചിരിക്കുന്നത് കരഭാഗങ്ങളും. ഭൂമിയിൽ കടൽ ഭാഗത്തിന്റെ പകുതിയേ എന്തുള്ളൂ? കരഭാഗമുള്ളൂ. മനസ്സിലായോ? എ ഗ്ലോബ് ഈസ് എ മോഡൽ ഓഫ് എർത്ത്. ദ ബ്ലൂ കളർ ഓൺ ദ ഗ്ലോബ് ഇൻഡിക്കേറ്റ്സ് സീ. ദ other color indicates land. The land is only half the portion of sea on the earth. കടലിന്റെ പകുതി ഭാഗം എന്തുള്ളൂ? കരഭാഗമുള്ളൂ. ബാക്കിയുള്ള എല്ലാം എന്താണ്? കടലാണ്. അതാണ് ആ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഭൂമിയെ കുറിച്ച് വേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്ര കുറച്ച് കാര്യങ്ങളെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.